CPM സംസ്ഥാന സമ്മേളനത്തിൽ പൊതുചർച്ച ഇന്നും തുടരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളം നയരേഖയിലും ഇന്ന് ചർച്ച നടക്കും. പ്രവർത്തന റിപ്പോർട്ടിലെ ചർച്ചയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നൽകും. അഭിലാഷ് മോഹൻ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നയരേഖയിന്മേലുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്ന ദിവസമാണ്, സംഭവബഹുലമായ ദിവസമാണെന്ന് വേണം പറയാൻ. ഇന്ന് പ്രത്യേകമായി ഇന്നത്തെ ഒരു ഷെഡ്യൂൾ സമ്മേളനത്തിൻ്റെത് എന്തൊക്കെയാണ്? ചർച്ചകൾ എങ്ങനെയൊക്കെയാണ് പുരോഗമിക്കാൻ സാധ്യത? ഗുഡ് മോർണിംഗ് മോത്തി. ഒപ്പം വനിതാ ദിന ആശംസകളും. ഇന്ന് മോത്തി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളം പുതുവഴികൾ എന്ന വികസന രേഖയിന്മേലുള്ള ചർച്ച ഇന്ന് CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. നമ്മോടൊപ്പം ഇപ്പോൾ CPM-ന്റെ സീനിയർ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് ഉണ്ട്. അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ. ഡോക്ടർ ഐസക്, നവകേരളം പുതുവഴികൾ എന്ന നയരേഖയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം ഇതുവരെ ഇടതുപക്ഷ സമീപനത്തിൽ സ്വീകരിച്ചിരുന്ന കാഴ്ചപ്പാടുകളിൽ നിന്ന് വിഭിന്നമായി കുറെ കൂടി മാർക്കറ്റ് ഫ്രണ്ട്ലി ആയ വെൽഫെയറിസം എന്നുള്ള കാര്യത്തിൽ നിന്ന് കുറച്ചുകൂടി വഴിമാറി നടക്കുന്ന ഒരു സമീപനത്തിലേക്ക് മാറുകയാണോ എന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. ഒരു പോളിസി ഷിഫ്റ്റ് ആണോ? തുടർച്ചയുണ്ട്, ഇടർച്ചയുണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. അപ്പം ഇടർച്ച കണ്ടവർക്ക് അത് മാത്രം കിട്ടാൻ അതാണെന്ന് പറയാം. ഇനി വേറൊരാൾക്ക് വേണമെങ്കിൽ അല്ല പഴയത് തന്നെന്ന് പറയാം. സത്യം, കഴിഞ്ഞ കാലങ്ങളിലെ സാമൂഹ്യക്ഷേമ നേട്ടങ്ങൾ പൂർണ്ണമായിട്ടും സംരക്ഷിച്ചുകൊണ്ട്, തൊഴിലാളികളെ കൃഷിക്കാരുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, സംരക്ഷിക്കുകയല്ല വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെ അവരുടെ മക്കൾക്ക് വേണ്ടുന്ന കേരളത്തെ സൃഷ്ടിക്കാം. കാരണം മക്കൾക്കേ അച്ഛൻ്റെ അമ്മയുടെയും തൊഴിൽ പോരാ. അത് ഈ കേരള മോഡലിന്റെ ഒരു പരാജയമാണ്. അല്ലെങ്കിൽ കേരള മോഡൽ ഇനി ഈ നിലയിൽ പോകാൻ പറ്റില്ല, അതൊരു സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുകയാണ്, ഇനി ഇങ്ങനെ വേണമെന്നുള്ളൊരു തിരിച്ചറിവാണോ? പാരുടെയും ഷിഫ്റ്റ് ഉണ്ട്, മാറ്റമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വലുതായിട്ട് വിജയിച്ചു കഴിയുമ്പോൾ അതിൻ്റെ വെല്ലുവിളികൾ ഉയരും. ആ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടി വരും. ജനകീയാസൂത്രണം അത്തരത്തിലുള്ളൊരു ഇടപെടലായിരുന്നു. ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെയും ചെറുകിട മേഖലയുടെയും ജനങ്ങൾക്ക് വേണ്ട പ്രാദേശിക ആസ്തികളെയും വർദ്ധിപ്പിക്കാൻ ഒരു പരിപാടി. നേരത്തെ ഉണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ. അപ്പോൾ നമ്മൾ അന്നെടുത്തു, അത് വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും കേരളത്തിലെ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് തുടരുന്നു. അതിന് നമ്മളൊരു പരിഹാരം കണ്ടെത്തിയേ തീരൂ. ആ പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ, നമ്മൾ ഇന്നത്തെ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ ഒരു കൊച്ചു സംസ്ഥാനം കേരളം. അവിടെ നിന്നാണ് നമ്മൾ ഈ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഇന്നത്തെ സംവിധാനങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ഉചിതമായ മാറ്റങ്ങളും നടപടികളും വേണ്ടിവരും. ഇപ്പോൾ ഫീസുകൾ വർദ്ധിപ്പിക്കുക, സർക്കാർ സേവനങ്ങളുടെ ഫീസുകളൊക്കെ നമ്മളൊരു വെൽഫെയർ സങ്കല്പത്തിലായിരുന്നു ഇന്നേ വരെ ഉണ്ടായിരുന്നത്. അത് ഏറ്റവും ആവശ്യമുള്ളവർക്ക് ചെറിയ ഫീസ്, ബാക്കിയുള്ള ആളുകളൊക്കെ ഉയർന്ന ഫീസ് കൊടുക്കട്ടെ, അപ്പോൾ യൂസർ പേ പ്രിൻസിപ്പിൾ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നത് ഒരു ഇടതുപക്ഷ സമീപനമാണോ? ഈ യൂസർ പേ ചില മുഴുവൻ യൂസറും ഇന്നും പിടിക്കുന്നില്ല. അതാദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്ന് തന്നെ ഫീസ് ഉണ്ടല്ലോ, സൗജന്യമില്ലല്ലോ പൂർണ്ണമായിട്ടും. പേ വാർഡുകളുണ്ടല്ലോ. സൗജന്യങ്ങൾ കുറയ്ക്കുന്നതിനെ കുറിച്ചാണ്? ഇല്ലില്ല, കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. മറിച്ച് ഈ സൗജന്യങ്ങളൊന്നും എത്രയോ നാളായിട്ട് വർദ്ധിപ്പിക്കുന്നില്ല. അപ്പോൾ വന്ന് അവ മൊത്തം ചെലവിൻ്റെ അഗണ്യമായിട്ടുള്ള ഒരു ശതമാനമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് വർദ്ധിപ്പിച്ചുകൊണ്ട് നേരത്തുള്ള നിലപാടിൽ നിന്ന് എങ്ങനെയാണ് മാറ്റം വരുന്നത്? അത് വർദ്ധിപ്പിക്കുമ്പോൾ ഒരു ഓപ്റ്റിക്സ് ഉണ്ട്. കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അയ്യോ യൂസർ പേ പ്രിൻസിപ്പിൾ തിരിച്ചു പോവുകയാണോ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ ഒരു പ്രഖ്യാപനം വേണ്ടി വരും. എന്താ, നമുക്ക് ഇത്തരത്തിൽ വേണ്ടി വരും. കാരണം അങ്ങനെ മാത്രമേ 95% സൗജന്യമായി ഈ സേവനങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റൂ. ഇത് നിലനിർത്തണം. ഇത് നിലനിർത്തുന്നതിന് ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എത്രയോ വലിയ നിക്ഷേപമാണ് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും നടത്തിയത്. എത്ര സ്കൂൾ കെട്ടിടങ്ങൾ, ഡിജിറ്റലൈസേഷൻ,
എത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ. അല്ല ശരിയാണ്, പക്ഷെ ഇപ്പോൾ പല വികസനങ്ങളും അങ്ങയുടെ കാലത്ത് നടത്തിയത് കിഫ്ബി വഴിയാണ്. അന്ന് ഈ ടോൾ എന്ന് പറയുന്ന സങ്കല്പത്തിന് ഞങ്ങൾ എതിരാണ് എന്ന് അങ്ങ് തന്നെ പറഞ്ഞതാണ്. ടോൾ പിരിക്കില്ല, അതിന് വേറെ ബിസിനസ് മോഡൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ടോളാണ് ബിസിനസ് മോഡൽ, ഒരു തരത്തിലുള്ള റവന്യൂ ജനറേഷന് വേണ്ടി ആവശ്യം വരിക എന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ഇതൊരു തിരിച്ചറിവാണെന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ എന്നെ കുതിര കയറണമെന്നില്ല. അന്ന് കേന്ദ്ര സർക്കാർ ഞാൻ ചെയ്തത് സമ്മതിച്ചിരുന്നു, അനുവദനീയമായിരുന്നു, ഇന്ത്യൻ നിയമത്തിനുള്ളിൽ അത് സാധ്യമായിരുന്നു. ആ ഒരു വഴി മുടക്കിയിരിക്കുകയാണെന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് സംസ്ഥാനം ഇങ്ങനെയൊന്നും ചെയ്യണ്ട, ഏതെങ്കിലും കോർപ്പറേറ്റിനെ ഏൽപ്പിച്ചാൽ പോലും അവർ ചെയ്തുകൂടെ എന്നുള്ളതാണ്. അപ്പം നമ്മൾ സമ്മതിക്കുന്നില്ല. കേരളത്തിലെ പ്രത്യേകത മൂലം ആ രീതി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളിതിന് വേറെ പോകുമ്പോൾ കണ്ടുപിടിക്കും. അപ്പം ടോളെന്ന് പറഞ്ഞാൽ ഈ ദേശീയപാത ചെയ്യണ പോലെ 20 വർഷത്തിനുള്ളിൽ മുഴുവൻ പടമൊന്നും പിരിച്ചെടുക്കുന്നില്ലെന്ന്, 50 വർഷത്തിനുള്ളിൽ, 75 വർഷത്തിനുള്ളിൽ നിങ്ങളും ഞാനും ഒന്നും ഉണ്ടാവില്ലെന്ന്. നമ്മുടെ മക്കളുടെ മക്കളും ഒക്കെയാണ് അത് കൊടുക്ക് തീർക്കുക. നിങ്ങൾക്ക് എന്ത് നട്ടത് കൊണ്ട് ഇന്ന് ഈ റോഡും പാലവും ഒക്കെ ഉണ്ടാവും, ചെറിയൊരു തുക. ഇതാണ് ബദലെന്ന് പറയുമ്പോൾ അവര് നമ്മളെ വഴിമുടക്കാൻ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അതിന് മറുമരുന്ന് നമ്മൾ ആലോചിക്കും. ആ മറുമരുന്നുകളാണ് ഈ പൊതുവഴികൾ. പക്ഷേ ഇപ്പോൾ 2006 പശ്ചിമ ബംഗാളിൽ ഇതുപോലെ അന്നത്തെ ഇടതുപക്ഷ സർക്കാരിന് കുറച്ച് പ്രോ ബിസിനസ് ആണെന്ന് വേണം, അല്ലെങ്കിൽ പ്രോ ബിസിനസ് ആകണമെന്ന് തോന്നി 2011 ആ ഭരണം അവസാനിച്ചു. വലിയ ജനകീയ പ്രതിഷേധം ഉയർന്നു വന്നു, സിംഗൂരും നന്ദിഗ്രാമവും ഒക്കെ. ഒരു ബംഗാൾ വേയിലാണോ കേരളത്തിലെ CPM? ഇല്ല, ബംഗാൾ ചെയ്ത അടിസ്ഥാനപരമായ തെറ്റൊന്നുമില്ല. തെറ്റെന്താണെന്നറിയാമോ? ജനങ്ങളെ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് സംശയങ്ങൾ വേറെ ആക്കാൻ പറയുമ്പോൾ തോന്നി. ഞങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ പാർട്ടിയെ മുഴുവനും എന്താ പുതിയ നിലപാടെന്ന് പഠിപ്പിക്കും, സംശയങ്ങളൊന്നും കാരണം വരുത്തും, അവർ ജനങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമാവും. ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് എന്തും ചെയ്യാൻ പറ്റും. ജനങ്ങളുടെ പേര് കുതിര കയറാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളും ബംഗാളിലോട്ടുള്ള ബംഗാളിൽ നിന്ന് പഠിച്ച പാഠം ഇതാ. ഇനി വ്യവസായം വേണ്ട, ഭൂമി ഏറ്റെടുക്കണ്ട എന്നൊന്നുമല്ല പഠിച്ച പാഠം ചെയ്യുമ്പോൾ ജനങ്ങളെ പഠിപ്പിക്കണം. നമുക്ക് ബോധ്യം വന്നാൽ പോരാ, ജനങ്ങൾക്ക് കൂടി ബോധ്യം വരണം. ഓക്കെ, താങ്ക് യു. മോത്തി, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ തോമസ് ഐസക് ഈ നവകേരള രേഖയുമായി ബന്ധപ്പെട്ട ഇത് നയവ്യതിയാനമല്ല, ഞങ്ങൾക്ക് ബിസിനസ് ഫ്രണ്ട്ലി ആവുക എന്നുള്ളത് കാലത്തിലെ ആവശ്യമാണ് എന്ന് സൂചന അദ്ദേഹം നൽകുകയാണ്. എന്ന് മാത്രമല്ല, ഇത് ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കും, ബംഗാൾ ആവർത്തിക്കില്ല. ഞാൻ ബംഗാൾ മോഡലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബംഗാൾ ആവർത്തിക്കില്ല, അത് ജനങ്ങളെ പഠിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യും, അതൊരു ഉത്തരവാദിത്വമാണ് എന്ന് കാണുന്നു എന്നാണ് അദ്ദേഹം പങ്കുവച്ചത്.